ഹൃദയം പിടയുന്നു നാഥേ, അറിയുന്നതില്ലേ നീ അമ്പേ. അകൽ നീക്കി എന്നിൽ നീ കനിവേകിടേണമേ, കരുണാർദ്രയായം നേരീത്തേ, കരുണാർദ്രയായം നേരീത്തേ. സ്റ്റേഷനിലെ ജോലി കഴിഞ്ഞ് ഞാനിവിടെ കക്കയരച്ചിറ കച്ചവടത്തിന് വരും. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് പാട്ട് മറ്റ് കാര്യങ്ങൾ, ഇവിടെ വന്നാണ് ഒന്നിരിക്കുന്ന സമയം. ആ സമയത്താണ് പാട്ട് എഴുതുന്നത്, പാട്ടിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ വന്നിരുന്നിട്ടാണ്. സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, വലിയ ഗായികയല്ല. പാടാൻ തുടങ്ങിയത് പുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന്. അവിടെ ഉത്സവ സമയത്ത് അമ്മമാരൊക്കെ പാടുന്നത് കണ്ടിട്ട് ഒരു കൊതി കൊണ്ട് ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയ സ്റ്റേജിൽ നിന്ന് ഞാൻ പാടി തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും എഴുതണം തോന്നി. അങ്ങനെ ഭഗവാനെക്കുറിച്ചാണ് ആദ്യം കീർത്തനങ്ങളെല്ലാം എഴുതി തുടങ്ങിയത്. 10-20 ഡിവോഷണൽ സോങ്ങുകൾ എഴുതിയെങ്കിലും പിന്നീട് അത് ഒന്നും പുറത്തിറക്കാനും പറ്റുന്നില്ല, റെക്കോർഡ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഓരോ സാഹചര്യം വന്നതുകൊണ്ട് അത് എഴുതിയതൊക്കെ കുറേയെല്ലാം പോയി. 20 അല്ല എഴുതിയേക്കുന്നത്, കുറേയെല്ലാം പോയി. പിന്നെ നാടൻ പാട്ട്, ഒരു പ്രണയഗാനം, ഇവിടുത്തെ റീത്താമ്മയെക്കുറിച്ച്, ഈയിടയ്ക്കാണ് റീത്താമ്മയെക്കുറിച്ച് എഴുതിയത്. അങ്ങനെ 2-3 നാടൻ പാട്ടുകൾ അങ്ങനെയുള്ളതൊക്കെ എഴുതി. 3 ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മംഗളകാരി, ചിലമ്പിൻ്റെ നാദം, ദക്ഷക, 3ലെയും പാട്ടുകൾ ഞാനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മംഗളകാരിയിലെ പാട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും 2-3 പാട്ടുകളും കൂടെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എഴുതുന്ന പാട്ടുകൾ ഏതെങ്കിലും പറഞ്ഞ സിനിമയിലൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എഴുതുന്ന പാട്ടുകൾ കൂടുതൽ നന്നായി പാടും. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ വരികൾ ആരെങ്കിലുമൊക്കെ ആൽബം ചെയ്യും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയാണ്. അങ്ങനെ ആൽബം ചെയ്ത് 10 ആൾ അറിയണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. പാടവാരമ്പത്തിന് ഓരത്തെനിക്കൊരു ചേലത്തോരോലപ്പൂരയുമുണ്ടേ, പാണന്മാർ താളത്തിൽ പാടിയ പാട്ടിൻ്റെ ഈണങ്ങളൊന്നങ്ങ് മൂളുന്നുണ്ടേ, കച്ചമൂറിത്തോർത്തോടുത്തുകൊണ്ടിന്നെ കൊച്ചു കണവനും വന്നിട്ടുണ്ടേ. നിധിൻ തോമസ് ഉണ്ട് കോട്ടയത്ത് നിന്ന്. നിധിൻ, സന്ധ്യ പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എല്ലാവരും പല പല ജോലികൾ ചെയ്യുന്നു. അപ്പോൾ ചിലർക്ക് പാട്ടും അല്ലെങ്കിൽ കലയോടൊക്കെ എന്തെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടാവും. ജീവിതത്തെ സാഹചര്യങ്ങൾ കണ്ട് അതൊന്നും നമുക്ക് വേദികളിലേക്ക് എത്തിക്കാനൊക്കെ കഴിയാതെ പോകാറുണ്ട്. പക്ഷേ കഴിയുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു വലിയ കാര്യമാണ് സന്ധ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പാട്ടുകൾ എഴുതാൻ കഴിയട്ടെ, പാടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്താണ് സന്ധ്യയുടെ ഒരു സ്വപ്നവും അതിനുള്ള ഒരു കരുത്ത്, പിന്തുണയൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുന്നു? തീർച്ചയായിട്ടും ദിവീഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ എന്നെ ഈ സന്ധ്യാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏറ്റുമാനൂർ റൂട്ടിൽ ഈ വഴിയോര കച്ചവടത്തിനായിട്ട് ഇരിക്കുന്ന സന്ധ്യ നല്ലതായിട്ട് പാട്ട് പാടുമെന്ന് അറിഞ്ഞാണ് ഞാൻ അവിടേക്ക് എത്തുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം പുള്ളിക്കാരി 2001 മുതൽ പാട്ട് ഈ പല പരിപാടികളിലും കാര്യങ്ങളിലും ഒക്കെ പാടുന്നുണ്ട്. അതുപോലെ തന്നെ 3ഓളം ആൽബങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. അതിലും പുള്ളിക്കാരി പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, പുള്ളിക്കാരി എഴുതിയൊരു ആൽബം ഉണ്ട്, മരീചിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ആൽബത്തിൽ ഒരു പാട്ട് ഒരു സംഗീതജ്ഞയുടെ ശബ്ദത്തിൽ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിക്കാരിക്ക്. അത് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത്, സന്ദേശി എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരിയല്ല. പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ദിവസേനയുള്ള പരിപാടികളൊക്കെ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്തുള്ള വീട്ടുജോലിക്കായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരി കൂടിയാണ് സന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോലിക്ക് പോവും. ആ ജോലി കഴിഞ്ഞൊരു 3 മണിയാകുമ്പോഴാണ് പുള്ളിക്കാരി തിരിച്ചെത്തുന്നത്. എന്നിട്ടും റെസ്റ്റ് എടുക്കാൻ നിൽക്കില്ല. നേരെ ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് ഈ വഴിയോര കച്ചവടത്തിനായിട്ട് ഇറങ്ങുകയാണ്. ഈ വഴിയോര കച്ചവടത്തിനായിട്ട് ഇറങ്ങുന്നു. ആ നാട്ടിലെ ആൾക്കാരുമായിട്ടൊക്കെ സന്ദേശിക്ക് നല്ലൊരു ബന്ധമാണുള്ളത്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ പോലും ആണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന ആളുകളുടെ മുഖത്തെ സന്തോഷം, അല്ലെങ്കിൽ പുള്ളിക്കാരിനെ പറ്റിയിട്ട് കൂടുതൽ പുറം ലോകം അറിയുന്നു എന്നുള്ള സന്തോഷമൊക്കെ പല ആളുകളുടെയും മുഖത്തും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരി പാടുമ്പോൾ പുള്ളിക്കാരിയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ആ ഒരു പാട്ടിനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ
വലിയൊരു കലാകാരിയാകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. പല സാഹചര്യങ്ങൾ കാരണമായിരിക്കാം അതിലേക്കൊന്നും വരാൻ സാധിക്കാതെ പോയത്. ആ ഒരു വിഷമമൊക്കെ ഒരാളുടെ മുന്നിൽ പാടുമ്പോൾ നമ്മൾക്ക് ആ കണ്ണിലൂടെ കാണാനും സാധിക്കുന്നുണ്ട് ദിവ്യേഷ്.